ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് രാവിലെ എൻ്റെ ജോഗിങ് എത്തി നിൽക്കുന്നത് ഫോർട്ട് കൊച്ചിയിലെ പീറ്റർ സെല്ലി സ്ട്രീറ്റിലാണ്. അപ്പോൾ ഇവിടെ ഇതുപോലുള്ള ഒത്തിരി സ്ട്രീറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് പീറ്റർ സെല്ലി സ്ട്രീറ്റിലെ വിശേഷങ്ങൾ ക്യുക്കിലി വന്ന് അറിഞ്ഞിട്ട് വരാം. അപ്പോൾ ഇത് റൈറ്റ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ കൊച്ചി ക്യാപിറ്റൽ കഫേ എന്ന ഈ ഒരു ബിൽഡിംഗ് ആണ്. ഇത് അത്യാവശ്യം ഡൈനിങ് ഏരിയ ഉള്ളൊരു കഫേയാണ് കേട്ടോ. അതിനുശേഷം വരുന്നതാണ് സാന്റക്രൂസ് ടൂറിസ്റ്റ് ഹോം എന്നുള്ള ഈ ഒരു ബിൽഡിംഗ്. ഇവിടെ 500 റുപ്പീസ് മുതലാണ് സ്റ്റേ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് റിവ്യൂയിലൂടെ എനിക്കറിയാൻ കഴിഞ്ഞത്. പിന്നീട് വരുന്നതാണ് താമര. താമര എന്താണെന്നറിയോ? ഇതാണ് ആയുർവേദിക് മസാജ് സെൻറ്റർ. അതിനുശേഷം വരുന്നതാണ് നിറമായ എന്നീ പേരുള്ള ആയുർവേദിക് ഫാബ്രിക് സ്റ്റോർ. ഇവിടെ നമുക്ക് യോഗ മാറ്റ്സൊക്കെ അവൈലബിൾ ആണ്. ഒത്തിരി ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് ഇവിടെ കിട്ടുന്നതെന്നാണ് ഒരു റിവ്യൂ എനിക്കറിയാൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞ് വരുന്നതാണ് ടീ പോട്ട് എന്നുള്ള ഈ ഒരു കഫേ. ഇതിനകത്ത് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റി ഉള്ള പോട്ട്സ് എല്ലാം ഇവിടെയുണ്ട്. അത് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് വീഡിയോ എടുത്തിട്ട് ഒരു ദിവസം ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. പിന്നീട് വരുന്നതാണ് ഇതാ എന്നുള്ള ആർട്ട് കഫേ. അതുപോലെ തന്നെ നമുക്കിവിടെ സ്റ്റേയും ഉണ്ട് കേട്ടോ. കണ്ടോ, സ്റ്റേ വിത്ത് ആർട്ട് എന്നുള്ളതാണ് ഇവരുടെ ക്യാപ്ഷൻ തന്നെ. കണ്ടല്ലേ? അപ്പോൾ ഇതൊരു ആർട്ട് സ്റ്റുഡിയോയുമാണ്. പിന്നെ നമുക്കിവിടെ സ്റ്റേ ചെയ്യുകയും ചെയ്യാം. അതിനുശേഷം വരുന്ന 2 ബിൽഡിംഗ്, ഇത് ഒരു വീടാണോ 2 വീടാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇത് വീടാണെന്നാണ് തോന്നുന്നത്. അതിൻ്റെ പുറത്ത് ഒരു ബോർഡ് കാര്യങ്ങളൊന്നും കാണാനില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ പുറത്ത് ഒരുപാട് ചെടികളുണ്ട്. അകത്തും ആ മേലെ നോക്കിയ ഗ്രില്ലിലൊക്കെ അവർ ചെടികൾ വെച്ചിട്ടുണ്ട്. രാവിലെ ഇതിലൂടെ പോകുമ്പം ഒരു ആൻറ്റി ഇത് മുഴുവൻ വെള്ളമൊഴിക്കുന്നതും ചെടിക്കൊക്കെ വെള്ളമൊഴിക്കുന്നതും ആ ഫ്രണ്ടൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി വെക്കുന്നതൊക്കെ നമുക്ക് കാണാം കേട്ടോ എല്ലാ ദിവസവും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ വെച്ചിരിക്കുന്ന ചെടികളുണ്ടല്ലോ, അതിൻ്റെ മുമ്പിലൂടെ ഞാൻ നടന്നു പോകുമ്പോൾ പ്രത്യേകതരം ഒരു വൈബാണ് കേട്ടോ. ഒരു പോസിറ്റീവ് എനർജിയാണ്. എന്തൊരു ഭംഗിയാണെന്നറിയോ ഇതെല്ലാം കാണാൻ. ചെടി ഇഷ്ടമുള്ളത് കൊണ്ട് പിന്നെ ഞാനിങ്ങനെ അവിടെയൊക്കെ തപ്പിത്തടഞ്ഞ് നടന്നു. അത് കഴിഞ്ഞ് കാണുന്ന ഈ ഒരു റെഡ് ഗേറ്റ് കണ്ടില്ലേ, അതാണ് പോർട്ടാ റോസ എന്നറിയപ്പെടുന്ന ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ്. അതൊരു റെസ്റ്റോറൻ്റ് ആണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് വരുന്നതാണ് ഈ ഒരു ബങ്ക് ഹൗസ്. ഇവിടെ ഡബിൾ ബെഡ്, അതായത് 2 നിലകളുള്ള ബെഡുകളാണ് ഇവിടെ അവൈലബിൾ. അതുകൊണ്ട് തന്നെ ആയിരിക്കും ചിലപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിന് ബങ്ക് ഹൗസ് എന്നുള്ള പേര് വീണത്. അതിനുശേഷം നമ്മൾ നോക്കുമ്പം ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, അവിടെ സലൂൺ ഉണ്ട്. പിന്നെ ഈ ഒരു സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുമ്പോൾ പല മൂവീസിലും നമ്മൾ ലൊക്കേഷനായിട്ട് കണ്ടിട്ടുള്ള ബിൽഡിങ്ങുകളാണ് ഇതെല്ലാം അല്ലേ. പിന്നെ റൈറ്റ് സൈഡിൽ ലാസ്റ്റ് വരുന്ന ഈ ബിൽഡിംഗ് ആണ് പച്ച പരവതാനി വിരിച്ച പോലെയുള്ള വോളുള്ള ബിൽഡിംഗ്. എന്ത് രസം ഇത് കാണാനല്ലേ. ഇതാണ് റെയിൻ ട്രീ ലോഡ്ജ്. ഇത് ഒരുപാട് വർഷമായിട്ട് ഇവിടെ ഉണ്ട്. ആൻഡ് ഇതിൽ പോകുമ്പോഴൊക്കെ ഞാൻ ഫോട്ടോസും എടുക്കാറുണ്ട്. എന്ത് ഭംഗിയാണിത് കാണാനല്ലേ. അപ്പോൾ ഇവിടെ ഒരു ദിവസം സ്റ്റേ വരുന്നത് 2800 2800 റുപ്പീസാണ്. 2 അഡൾട്ടും ഒരു ബേബിയും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പീറ്റർ സെല്ലി സ്ട്രീറ്റിലെ വിശേഷങ്ങൾ. ഇനിയും ഒത്തിരി വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഇതൊക്കെ ഒരൊറ്റ സ്ട്രീറ്റിലുള്ള വിശേഷങ്ങൾ മാത്രമാണ്. കൂടുതൽ ഡീറ്റെയിലിംഗ് ആയിട്ട് കഫേസും ഒക്കെ ഞാൻ ഇനി കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ ടു എവ്രി വൺ. ടേക്ക് കെയർ. ബൈ.